ഓരോ വർഷവും വേനൽ കടുക്കുന്നതോടെ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് കടക്കുന്ന സമയമാകുമ്പോൾ ഉൾവനങ്ങളിലെല്ലാം വളരെയേറെ ജലദൗർലഭ്യം അനുഭവപ്പെടാറുണ്ട്. ഈ സമയത്ത് ആന, കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് വെള്ളവും തീറ്റയും തേടി എത്തുന്ന ഒരു സമയമാണ്. ഇതേ കാലയളവിൽ തന്നെ കടുത്ത വേനലിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ബേണിങ് എന്ന ഒരു തീയിടൽ പ്രക്രിയ നടത്താറുണ്ട്. കടുത്ത വേനലിലാണ് ഇവർ ഈ കൺട്രോൾ ബേണിങ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടുത്ത വേനലിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങൾക്ക് ശല്യം ചെയ്യാനുള്ളൊരു കാരണം ഇതുകൂടെ ആയിത്തീരുകയാണ്. അപ്പോൾ കൺട്രോൾ ബേണിങ് എന്ന അശാസ്ത്രീയമായ ഈ തീയിടൽ പ്രക്രിയ വൻ തുകകൾ, ഇതിനുവേണ്ടി വലിയ ഫണ്ടുണ്ട്. ഇത് ചെലവഴിക്കാൻ വേണ്ടി മാത്രം ഓരോ വർഷവും അത് വക മാറ്റി ചെലവഴിക്കാൻ വേണ്ടി മാത്രം തീയിടുന്ന ഒരു പ്രക്രിയയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചപ്പോൾ ഇത് അശാസ്ത്രീയമായ ഒരു പ്രവൃത്തിയാണ് കൺട്രോൾ ബേണിങ് എന്ന തീയിടൽ. ഇതുമൂലം ആന കണ്ടമാനം തന്നെ തീ കണ്ടാൽ ആ പ്രദേശത്തൊന്നും നിൽക്കില്ല. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ പനംകൂട്ടി ഫോറസ്റ്റ് കരിമണൽ ഭാഗത്ത് തീ കയറിയപ്പോൾ കാഞ്ഞിരവേലി ഭാഗത്തേക്ക് ആന ചെല്ലുകയും അവിടെ കൃഷിയിടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ അടിച്ചു കൊല്ലുകയും ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ 29-ാം തീയതി മുള്ളരിങ്ങാട് ഒരു ചെറുപ്പക്കാരനെ, 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിദാരുണമായി ആന കൊല ചെയ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഫോറസ്റ്റിനുള്ളിൽ സ്വാഭാവികമായി വേനൽ കടുക്കുമ്പോൾ വെള്ളം കുറയുകയും ആന പുറത്തേക്ക് ഇറങ്ങുന്നതും ഇതേ സമയം കാലയളവിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ബേണിങ് എന്ന ഈ തീയിടൽ പ്രക്രിയ നിർത്തിയില്ലെങ്കിൽ ഇത് വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കൺട്രോൾ ബേണിങ് സിസ്റ്റം നിർത്തിക്കേണ്ടതാണ് എന്നാണ് പറയുവാനുള്ളത്.